ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാൻ ഭീകരതയ്ക്ക് തിരിച്ചടി നൽകിയ ഭാരത സൈന്യത്തിനും പ്രധാനമന്ത്രിക്കും അഭിവാദ്യമർപ്പിച്ച് തെക്കൻ കേരളവും. കൊല്ലം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ നടന്ന ത്രിവർണ്ണ സ്വാഭിമാന യാത്രയിൽ പൂർവ്വ സൈനികരും BJP പ്രവർത്തകരുമടക്കം നിരവധി പേർ പങ്കെടുത്തു. ത്രിവർണ്ണ പതാകകളേന്തി ആത്മാഭിമാനത്തോടെ മുദ്രാവാക്യം മുഴക്കിയാണ് ഓരോരുത്തരും യാത്രയിൽ അണിനിരന്നത്. പഹൽഗാമിൽ സാധാരണക്കാരായ ഭാരതീയരെ മതം നോക്കി കൊലപ്പെടുത്തിയ പാകിസ്ഥാൻ ഭീകരവാദികൾക്ക് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കനത്ത തിരിച്ചടിയാണ് ഭാരതം നൽകിയത്. ലോകത്തിനു മുന്നിൽ എന്താണ് ഭാരതത്തിന്റെ ശക്തിയെന്ന് കാട്ടിയ സൈന്യത്തിനും പ്രധാനമന്ത്രിക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചാണ് ത്രിവർണ്ണ സ്വാഭിമാന യാത്രകൾ സംഘടിപ്പിച്ചത്. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്നും ആരംഭിച്ച യാത്ര ചിന്നക്കട ബസ് വേയിൽ സമാപിച്ചു. കേണൽ S. ഡിന്നി ത്രിവർണ്ണ സ്വാഭിമാന യാത്ര ഉദ്ഘാടനം ചെയ്തു. ന്യൂക്ലിയർ ശക്തിയെന്ന് സ്വയം പറഞ്ഞു നടന്ന പാകിസ്ഥാന് പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് ഭാരതം നൽകിയതെന്ന് അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാൻ എന്ന് പറയുന്ന ന്യൂക്ലിയർ രാജ്യത്തിന് 23 മിനിറ്റ് കൊണ്ട് അവരുടെ 13 എയർബേസസ് തകർത്ത് തരിപ്പണമാക്കിയ ഭാരതീയ സേനയാണ് നമ്മളിത് കണ്ടത്. ലോകത്ത് ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്. ഒരു ന്യൂക്ലിയർ ബോംബായിട്ട് ഉണ്ടെന്ന് പറഞ്ഞ് അഹങ്കാരം കാണിക്കുന്ന രാജ്യത്തിന് 23 മിനിറ്റ് കൊണ്ട് അവരെ നഗ്നനാക്കി എന്ന് പറയുമ്പോൾ നഗ്നമാക്കി. അവർ ഒരു കാരണവശാലും അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ഹവിൽദാർ ലൂക്കോസ് വർഗീസ്, BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് S. പ്രസാദ്, BB ഗോപകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കോട്ടയത്ത് കളക്ടറേറ്റിലെ കാർഗിൽ യുദ്ധസ്മാരകം മുതൽ ഗാന്ധി സ്ക്വയർ വരെ നടന്ന യാത്രയിൽ ത്രിവർണ്ണ പതാകകളുമായി ദേശസ്നേഹികൾ അണിനിരന്നു. BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. വിമുക്ത ഭടന്മാർ, BJP വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ ലിജിൻഡാൽ തുടങ്ങിയവർ സ്വാഭിമാന യാത്രയിൽ പങ്കെടുത്തു. ആലപ്പുഴയിൽ നടന്ന ത്രിവർണ്ണ സ്വാഭിമാന യാത്ര കോടതിക്ക് സമീപത്തു നിന്നും ആരംഭിച്ച് സീറോ ജംഗ്ഷനിലെ ക്വിറ്റ് ഇന്ത്യ സ്മാരകത്തിന് സമീപം സമാപിച്ചു. നിരവധി പേർ യാത്രയുടെ ഭാഗമായി. ഒരേ സ്വരത്തിൽ ഒരേ വികാരത്തോടെ അണിനിരുന്നവർ. ഭാരത് മാതാ കി ജയ് എന്ന മന്ത്രം എങ്ങും മുഴങ്ങി. ദേശീയ ഗാനത്തോടെ യാത്രകൾ സമാപിച്ചു. ഭീകരവാദത്തിനെ വേരോടെ പിഴുതെറിയാൻ സൈന്യത്തിനും പ്രധാനമന്ത്രിക്കുമൊപ്പം ഞങ്ങളും ഉണ്ടാകുമെന്നതാണ് ഇവിടെ ഓരോരുത്തർക്കും പറയുവാനുള്ളത്. ജനം, കൊല്ലം.